ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പ്രത്യേകതരം മസാല വെച്ചിട്ടുള്ള മത്തി ഫ്രൈ ആണ്. നമ്മുടെ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ അവരാദ്യം പറയും മത്തിയാണെന്ന്, അല്ലേ? അപ്പോൾ ഇതൊരു പ്രത്യേകതരം മസാലക്കൂട്ടൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു മത്തി ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ പോകാം വീഡിയോയിലോട്ട്. നമ്മുടെ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ എമർജൻസിയൊക്കെ തെളിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, അതേപോലെ 2-3 കഷ്ണം ഇഞ്ചി, അല്പം ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അതേപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കാന്താരി മുളകാണ്, അതും എരിവുള്ളത്. നിങ്ങൾക്ക് ഏത് മുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ അല്പം കറിവേപ്പില, അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ ഞാൻ കുറച്ച് തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഫുള്ളായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുരുമുളക് പൊടിയാണ്, അതുകൊണ്ട് കുരുമുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്പം വെളിച്ചെണ്ണ, ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അല്പം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈ മസാല നമുക്ക് മത്തിയിൽ തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മത്തിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചുവന്ന മുളക് അതായത് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് മത്തിക്ക് ഈ കളറ്. ഒരു പാൻ വെച്ചതിന് ശേഷം എണ്ണ ചൂടായ ശേഷം നമുക്ക് ഈ മത്തി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്തായാലും കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, ഇതേപോലെ മസാല വെച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇല്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ മത്തി വറുത്തെടുത്താൽ. നമ്മൾ സാധാരണ മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടല്ല നമ്മൾ ചെയ്യാറ്. ഇത് ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാട്ടോ. ഇങ്ങനെ മത്തി വറുത്തതിന് ശേഷം എല്ലാവരും കമൻറ്റ് അറിയിക്കുക, എല്ലാവരുടെ അഭിപ്രായവും അറിയിക്കണം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളിത് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പതിയെ മറിച്ചിടാം. ഒരു സൈഡ് വേത് കഴിയുമ്പോൾ അങ്ങനെ നമ്മുടെ മീൻ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മറിച്ചിട്ടതാണ്. നല്ല ചൂടൻ ചോറും മത്തി വറുത്ത് കൂട്ടി കഴിക്കാൻ സൂപ്പറല്ലേ. അപ്പം നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.